നമുക്ക് എഴുന്നേറ്റ് നിന്ന് 119 സങ്കീർത്തനം 32 വാക്യം വരെ വായിക്കും. ഒന്ന് മുതൽ. യേശുവേ നിൻ പാദം കുമ്പിടുന്നേ, യേശുവേ നിൻ പാദം കുമ്പിടുന്നേ, യേശുവേ നിൻ പാദം കുമ്പിടുന്നേ. എന്നുമേ ഞാൻ ഇനിയും നിന്നോടെ സ്വന്തമത്രേ, എന്നുമേ ഞാൻ ഇനിയും നിന്നോടെ സ്വന്തമത്രേ. ഒന്നുമേ ശക്തമല്ലി ബന്ധം മാറ്റുവാൻ എന്തോരു ഭാഗ്യമിത്. ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ. യേശുവേ നിൻ പാദം കുമ്പിടുന്നേ, യേശുവേ നിൻ പാദം കുമ്പിടുന്നേ, യേശുവേ നിൻ പാദം കുമ്പിടുന്നേ. യഹോവയുടെ ന്യായപ്രമാണം അനുസരിച്ച് നടപ്പിൽ നിഷ്കളങ്കരായവർ ഭാഗ്യവാന്മാർ. അവന്റെ സാക്ഷ്യങ്ങളെ പ്രമാണിച്ച് പൂർണ്ണ ഹൃദയത്തോടെ അവനെ അന്വേഷിക്കുന്നവർ ഭാഗ്യവാന്മാർ. അവർ നീതികേട് പ്രവർത്തിക്കാതെ അവന്റെ വഴികളിൽ തന്നെ നടക്കുന്നു. നിന്റെ പ്രമാണങ്ങളെ കൃത്യമായി ആചരിക്കേണ്ടതിന് നീ അവയെ കൽപ്പിച്ചു തന്നിരിക്കുന്നു. നിന്റെ ചട്ടങ്ങളെ ആചരിക്കേണ്ടതിന് എന്റെ നടപ്പ് സ്ഥിരമായെങ്കിൽ കൊള്ളായിരുന്നു. നിന്റെ സകല കൽപ്പനകളെയും സൂക്ഷിക്കുന്നിടത്തോളം ഞാൻ ലജ്ജിച്ചു പോകുകയില്ല. നിന്റെ നീതിയുള്ള വിധികളെ പഠിച്ചിട്ട് ഞാൻ പരമാർത്ഥത്തോടെ നിനക്ക് സ്തോത്രം ചെയ്യും. ഞാൻ നിന്റെ ചട്ടങ്ങളെ ആചരിക്കും, എന്നെ ശേഷം ഉപേക്ഷിക്കരുതേ. ബാലം നിന്റെ നടപ്പിനെ നിർമ്മലമാക്കുന്നത് എങ്ങനെ? നിന്റെ വചനപ്രകാരം അതിനെ സൂക്ഷിക്കുന്നതിനാൽ തന്നെ. ഞാൻ പൂർണ്ണതയോടെ നിന്നെ അന്വേഷിക്കുന്നു. നിന്റെ കൽപ്പനകളെ വിട്ടു നടപ്പാൻ എനിക്കിട വരരുതേ. ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് നിന്റെ വചനത്തെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നു. ഓവേ നീ വാഴ്ത്തപ്പെട്ടവൻ, നിന്റെ ചട്ടങ്ങളെ എനിക്ക് ഉപദേശിച്ചു തരണമേ. ഞാൻ എൻ്റെ അധരങ്ങൾ കൊണ്ട് നിന്റെ വായുടെ വിധികളെയൊക്കെയും വർണ്ണിക്കുന്നു. ഞാൻ സർവ്വസമ്പത്തിലും എന്ന പോലെ നിന്റെ സാക്ഷ്യങ്ങളുടെ വഴിയിൽ ആനന്ദിക്കുന്നു. ഞാൻ നിന്റെ പ്രമാണങ്ങളെ ധ്യാനിക്കുകയും നിന്റെ വഴികളെ സൂക്ഷിക്കുകയും ചെയ്യുന്നു. ഞാൻ നിന്റെ ചട്ടങ്ങളിൽ രസിക്കും, നിന്റെ വചനത്തെ മറക്കുകയുമില്ല. ജീവിച്ചിരിക്കേണ്ടതിന് അടിയന് നന്മ ചെയ്യണമേ. എന്നാൽ ഞാൻ നിന്റെ വചനം പ്രമാണിക്കും. നിന്റെ ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണേണ്ടതിന് എൻ്റെ കണ്ണുകളെ തുറക്കണമേ. ഞാൻ ഭൂമിയിൽ പരദേശിയാകുന്നു. നിന്റെ കൽപ്പനകളെ എനിക്ക് മറച്ചു വെക്കരുതേ. നിന്റെ വിധികൾക്കായിട്ടുള്ള നിത്യവാഞ്ച കൊണ്ട് എൻ്റെ മനസ്സ് തകർന്നിരിക്കുന്നു. നിന്റെ കൽപ്പനകളെ വിട്ടു നടക്കുന്നവരായി ശപിക്കപ്പെട്ട അഹങ്കാരികളെ നീ ഭർത്തിക്കുന്നു. നിന്നയും അപമാനവും എന്നോട് അകറ്റണമേ. ഞാൻ എന്റെ സാക്ഷികളെ പ്രമാണിക്കുന്നു. പ്രഭുക്കന്മാരിരുന്ന് എനിക്ക് വിരോധമായി സംഭാഷിക്കുന്നു. എങ്കിലും അടിയൻ നിന്റെ ചട്ടങ്ങളെ ധ്യാനിക്കുന്നു. എന്റെ സാക്ഷ്യങ്ങൾ എന്റെ പ്രമോദം, എന്റെ ആലോചനക്കാരുമാകുന്നു. എന്റെ പ്രാണൻ പൊടിയോട് പറ്റിയിരിക്കുന്നു. തിരുവചന പ്രകാരം എന്നെ ജീവിപ്പിക്കണമേ. എന്റെ വഴികളെ ഞാൻ വിവരിച്ചപ്പോൾ നീ എനിക്ക് ഉത്തരമരളി. നിന്റെ ചട്ടങ്ങളെ എനിക്ക് ഉപദേശിച്ചു തരണമേ. നിന്റെ പ്രമാണങ്ങളുടെ വഴി എന്നെ ഗ്രഹിപ്പിക്കണമേ. എന്നാൽ ഞാൻ നിന്റെ അത്ഭുതങ്ങളെ ധ്യാനിക്കും. എന്റെ പ്രാണൻ വിഷാദം കൊണ്ട് ഉരുകുന്നു. നിന്റെ വചനപ്രകാരം എന്നെ നിവർത്തണമേ. ഭോഷ്കിന്റെ വഴി എന്നോട് അകറ്റണമേ. നിന്റെ ന്യായപ്രമാണം എനിക്ക് കൃപയോടെ നൽകണമേ. വിശ്വസ്തയുടെ മാർഗം ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നു. എന്റെ വിധികളെ എന്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു. ഞാൻ നിന്റെ സാക്ഷ്യങ്ങളോട് പറ്റിയിരിക്കുന്നു. യഹോവേ എന്നെ ലജ്ജിപ്പിക്കരുതേ. നീ എന്റെ ഹൃദയത്തെ വിശാലമാക്കുമ്പോൾ ഞാൻ നിന്റെ കൽപ്പനകളുടെ വഴിയിലോടും. ദൈവമേ, സ്വർഗ്ഗസ്ഥപിതാവേ, യേശുവേ, ഈ നല്ല പ്രഭാതത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു. കർത്താവെ, ഞങ്ങൾക്ക് കർത്താവ് ഇങ്ങനെ ഒരു പ്രഭാതം നൽകി തന്നല്ലോ, ആരാധന നൽകി തന്നല്ലോ. കർത്താവിൽ സംബന്ധിക്കുന്ന എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കുമാറാകണം. കർത്താവിന്റെ കരം കർത്താവിന്റെ ജനത്തിന്മേൽ അനുഗ്രഹത്തിനായിട്ട് നീട്ടിയിരിക്കണം. പിന്നെ നാമഹത്തോട് പോരാകട്ടെ. വായിച്ച സങ്കീർത്തനത്തിനായി സ്തോത്രം. ഞങ്ങളെ കർത്താവ് അനുഗ്രഹിക്കണം. സമൃദ്ധിയിൽ ഞങ്ങൾ എഴുന്നേൽക്കാൻ ഇടവരുമാറാകട്ടെ. കർത്താവ് യേശുവേ, കർത്താവിന്റെ കരം ഞങ്ങളെ എന്നും പരിപാലിക്കണം. പൂർണ്ണ സമാധാനത്തിൽ കർത്താവെ, ഞങ്ങളുടെ പ്രാണൻ തൃപ്തി പ്രാപിച്ച അവസ്ഥയിൽ കർത്താവിലായിരിക്കാൻ ഞങ്ങളെ കരുതിക്കൊള്ളണം, കാത്തുകൊള്ളണം. ദൈവാത്മാവ് വ്യാപരിച്ചു കൊള്ളണമേ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. നമുക്കിരിക്കാം. കർത്താവായ യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമത്തിന് മഹത്വം ഉണ്ടാകുമാറാകട്ടെ. ഈ മീറ്റിംഗിൽ സംബന്ധിക്കുന്ന എല്ലാവർക്കും ക്രിസ്തുയേശുവിന്റെ ധന്യമായ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. നാം വീണ്ടും ഒരു പ്രതീക്ഷയോടുകൂടി ആരാധനയിലേക്ക് കടന്നു വന്നിരിക്കുക. കർത്താവ് ഇതുവരെയും തന്റെ വാക്കിൻ പ്രകാരം ലോകത്തിൽ വന്നിട്ടില്ല. അവൻ പോയതുപോലെ തന്നെ തിരികെ വരും എന്നുള്ള ദൈവത്തിന്റെ വചനപ്രകാരം ക്രിസ്തുയേശു ലോകത്തെ ഭരിക്കാൻ വരും എന്ന് ദൈവത്തിന്റെ സഭയുടെ പ്രത്യാശ പ്രകാരം ഇതുവരെയും കർത്താവ് പ്രത്യക്ഷമായിട്ടില്ല.
അതിന് ദൈവത്തിന്റെ വചനം പത്രോസിന്റെ ലേഖനത്തിൽ പറയുന്നത് പ്രകാരമാണ്, താമസിക്കുന്നു എന്ന് വിചാരിക്കരുത്. താമസിക്കുന്നു എന്ന് ആരും പറയാൻ പാടില്ല. കാരണം ഇന്നലെ വന്നിരുന്നെങ്കിൽ നമുക്ക് അതിൻ്റെതായ കുറവുകൾ വരുമായിരുന്നു. ഒരുപക്ഷെ നമ്മൾ തള്ളപ്പെട്ടു പോകുമായിരുന്നു. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ, ഒരു ദിവസവും കൂടി നമുക്ക് നൽകിയിരിക്കുന്നത്, ഒരാഴ്ചവട്ടവും കൂടി നമുക്ക് നൽകിയിരിക്കുന്നത്, നാം ഒന്നുകൂടി കർത്താവിന്റെ വരവിങ്കൽ ഒരുങ്ങി അതിന് ആ വരവിനെ സ്വീകരിപ്പാനും കർത്താവിന്റെ പക്ഷക്കാരായി ചേർക്കപ്പെടുവാനും പ്രാഗൽഭ്യം ഉണ്ടാകേണ്ടതിന് വേണ്ടിയിട്ടാണ് കർത്താവ് താമസിക്കുന്നത്. അതിന് വിരോധമായിട്ട് കർത്താവ് വരുമ്പോൾ അതിന് തടസ്സമായി നിൽക്കുന്ന രണ്ട് കാര്യങ്ങളാണ് കർത്താവിന്റെ വചനം പറഞ്ഞിരിക്കുന്നത്: കറയും കളങ്കവും. കറയും കളങ്കവും ഉണ്ടെങ്കിൽ ആ മനുഷ്യന് സമാധാനം ഉണ്ടാവില്ല. 2 പത്രോസ് ലേഖനം 3-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്ന വാക്കാണ്. കറയും കളങ്കവും ഇല്ലാത്തവരായി പൂർണ്ണ സമാധാനത്തോടെ നിങ്ങളെ കാണുവാൻ വാഞ്ചിച്ചുകൊണ്ടാണ് കർത്താവ് വരവ് താമസിപ്പിക്കുന്നത്. അതായത് പൂർണ്ണ സമാധാനത്തിൽ എത്തിച്ചേരാതെ വണ്ണം, പൂർണ്ണ സമാധാനത്തിൽ എത്തിച്ചേർന്നവന് മാത്രമേ അവനെ കറയും കളങ്കവും കഴുകിപ്പോയി എന്ന് പറയാൻ സാധിക്കൂ. അപ്പോൾ ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ പഠിക്കുന്നത് അത് തന്നെയാണ്. ഒരാരാധനയെ കൂടി സംഭവിക്കുന്നത് അത് തന്നെയാണ്. എന്താണ്? നമുക്ക് പൂർണ്ണ സമാധാനം വേണം. പഴയ നിയമത്തെക്കുറിച്ച് പറയുന്നത് പ്രകാരമാണ്, പഴയ നിയമത്തിൽ ആരാധനക്കാരന് പൂർണ്ണ സമാധാനം വരുത്താൻ സാധിക്കാത്ത വഴിപാടുകളും യാഗങ്ങളും അർപ്പിച്ചു പോന്നു. എന്നാൽ പുതിയ നിയമത്തിൽ അങ്ങനെയല്ല. കാളകളുടെയും ആട്ടുകൊറ്റന്മാരുടെയും രക്തത്താലല്ല ഈ ആരാധന. ഈ ആരാധന എന്ന് പറയുന്നത് ആദ്യബന്ധം വ്യാപരിക്കുന്നത് നിഷ്കളങ്കനും നീതിമാനുമായ കുഞ്ഞാടായ ക്രിസ്തുയേശുവിന്റെ നിഷ്കളങ്ക രക്തമാണ്. അതിന്റെ ശക്തിയാണ് വ്യാപരിക്കുന്നത്. അതുകൊണ്ട് ഈ ശക്തിക്ക് കീഴ്പ്പെട്ട് സത്യത്തിലും ആത്മാവിലും ഏകസത്യ ദൈവത്തെ ആരാധിച്ച് ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ ആ ആരാധന പൂർത്തീകരിക്കുന്നവൻ പൂർണ്ണ സമാധാനത്തിൽ അവിടുന്ന് എഴുന്നേൽക്കും. അപ്പോൾ നമ്മുടെ പ്രത്യാശ എന്ന് പറയുന്നത് കർത്താവിന്റെ വരവും കർത്താവിന്റെ പ്രത്യക്ഷതയും ആരാധനയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് നമുക്ക് ആ വചനത്തിൽ നിന്ന് മനസ്സിലാകും. അപ്പോൾ കർത്താവ് നമ്മെ കാത്തിരിക്കുമ്പോൾ, കർത്താവിനെ നമ്മൾ കാത്തിരിക്കുമ്പോൾ, കർത്താവ് വന്ന് സമാധാനത്തിലുള്ളവരെ ചേർക്കും, അല്ലാത്തവരെ ചേർക്കാൻ സാധിക്കില്ല. നമുക്ക് ഈ ആരാധന നമ്മുടെ പ്രത്യാശയാണ്, നമ്മുടെ പ്രതീക്ഷയാണ്. എന്തിനു വേണ്ടിയിട്ട്? കർത്താവിന്റെ വരവ് എന്നുള്ളതിനേക്കാൾ കൂടുതൽ പൂർണ്ണ സമാധാനത്തിൽ എത്തിച്ചേരുക. പൂർണ്ണ സമാധാനത്തിൽ എത്തിച്ചേർന്നുണ്ട് എങ്കിൽ മാത്രമേ നമുക്ക് കർത്താവിന്റെ വരവ് കൊണ്ടും പ്രത്യക്ഷത കൊണ്ടും പ്രയോജനം ഉണ്ടാകുകയുള്ളൂ. കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് 119 സങ്കീർത്തനം നമ്മൾ വായിച്ചു കേട്ടു. എല്ലാവർക്കും അറിയാം, 119 സങ്കീർത്തനം ദൈവത്തിന്റെ വചനത്തിന്റെ വിവിധ വശങ്ങൾ, അതായത് ചട്ടങ്ങൾ, കൽപ്പനകൾ, ന്യായപ്രമാണം, വിധികൾ, പിന്നെ പ്രമാണങ്ങൾ, ഇങ്ങനെ സാക്ഷ്യങ്ങൾ, ഇങ്ങനെയുള്ള വിവിധ തരത്തിൽ 7 തരത്തിൽ, പ്രധാനമായിട്ടും 7 തരത്തിൽ ദൈവത്തിന്റെ വചനത്തെ വിഭാഗിച്ച് അതിൽ കൂടി ദൈവത്തിന്റെ വചനം മനസ്സിലാക്കാനും പഠിക്കാനും കർത്താവ് 119 സങ്കീർത്തനത്തിൽ കൂടി നമുക്ക് കൃപ തന്നിട്ടുണ്ട്. അത് നമ്മൾ വിവരിക്കുമ്പോൾ ദൈവത്തിന്റെ വചനത്തെ ആകമാനം ഈ 7ആയിട്ട് വിഭാഗിച്ച് പഠിക്കാനല്ല. പിന്നെയോ ഒരു വചനത്തിൽ തന്നെ ഉണ്ടാകും. വിധികൾ ഉണ്ടാകാം, കൽപ്പന ഉണ്ടാകാം, സാക്ഷ്യം ഉണ്ടാകാം, എല്ലാം ഉണ്ടാകാം. അത് പഠിക്കുന്നതും ധ്യാനിക്കുന്നതും ഏറ്റവും സന്തോഷകരവും പ്രാണന് തണുപ്പിക്കുന്നതും ആണ്. കർത്താവിന്റെ ന്യായപ്രമാണം നമ്മുടെ പ്രാണനെ തണുപ്പിക്കുന്നതാണ്. നമ്മുടെ പ്രാണൻ തപിച്ചിരിക്കുമ്പോൾ ഇത് പ്രാപിച്ചാൽ അത് നമ്മുടെ പ്രാണൻ തണുക്കുവാൻ ഉപകരിക്കും എന്ന് ദൈവത്തിന്റെ വചനം പറയുകയാണ്. പിന്നെ 1-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിച്ചു കേട്ടത് പ്രകാരമാണ്, യഹോവയുടെ ന്യായപ്രമാണം അനുസരിച്ച് നടപ്പിൽ നിഷ്കളങ്കരായവർ ഭാഗ്യവാന്മാർ. യഹോവയുടെ ന്യായപ്രമാണം അനുസരിച്ച് നടപ്പിൽ നിഷ്കളങ്കത. അപ്പോ ഒരു മനുഷ്യൻ നിഷ്കളങ്കനാകുന്നത് ലോകം കാണുന്നത് നിഷ്കളങ്കതയല്ല, ദൈവത്തിന്റെ വചനം കാണുന്നത് നിഷ്കളങ്കത. ലോകം കാണുന്ന നിഷ്കളങ്കത, അയ്യോ അവൻ പാവം പിടിച്ചൊരു മനുഷ്യൻ, അവൻ നിഷ്കളങ്കനാണ്. എന്നാൽ ദൈവം അത് പറയുന്നില്ല. ദൈവത്തിന്റെ വചനം പറയുന്നത് സ്വർഗം അതിനെ നിഷ്കളങ്കനായിട്ട് അംഗീകരിക്കണമെങ്കിൽ ന്യായപ്രമാണം അംഗീകരിക്കണം. ന്യായപ്രമാണം അവൻ്റെ ജീവിതത്തിൽ നിവർത്തിക്കണം. ഏത് ന്യായപ്രമാണം നിവർത്തിക്കും? ന്യായപ്രമാണം നിവർത്തിക്കുമ്പോൾ ഈ പുതിയ നിയമം, ഈ കാലഘട്ടത്തിലെ ന്യായപ്രമാണം ഏതാ? അതിന് യാക്കോബിന്റെ ലേഖനം പറയുന്നത് രാജകീയ ന്യായപ്രമാണം. ഇതാണ് ഇപ്പോഴത്തെ ന്യായപ്രമാണം. ഇപ്പോഴത്തെ ന്യായപ്രമാണത്തിൽ ഏറ്റവും മുഖ്യമെന്ന് പറയുന്നത്, ഈ ന്യായപ്രമാണത്തിലെ മുഖ്യമെന്ന് പറയുന്നത് ക്രിസ്തുയേശുവിനെ ആരാധിക്കുക.
ഈ ന്യായപ്രമാണം ക്രിസ്തുയേശു നമുക്ക് കാണിച്ചു തന്ന മാതൃകയിൽ കൂടി യാത്ര ചെയ്യുക, ക്രിസ്തുയേശു നമുക്ക് കാണിച്ചു തന്ന മാതൃക പ്രകാരം ജീവിക്കുക. ഇതാണ് ഈ കാലഘട്ടത്തിലെ ന്യായപ്രമാണം. എന്നാൽ ഇതില് ഈ ന്യായപ്രമാണ പ്രകാരം ഒരാൾ നിഷ്കളങ്കനായാൽ പഴയ നിയമത്തിൽ നിഷ്കളങ്കനുണ്ട്. അതായത് മോശ കൊടുത്ത ന്യായപ്രമാണത്തിൽ നിഷ്കളങ്കനുണ്ട്. ആ നിഷ്കളങ്കനും ഇതുമായിട്ട് വ്യത്യാസമുണ്ട്. ഇവിടെ യേശുവിനെ പിടിക്കാൻ വന്ന യേശുവിനെ മാളികയില് യേശുവിന് പെസഹ ഒരുക്കാനായിട്ട് ശിഷ്യന്മാരെ പറഞ്ഞു വിട്ടപ്പോൾ ശബരിയിലേക്ക് അവർ പോയത്. അവിടെ ചെന്ന് ഒരാളോട് ആരോടോ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അവര് സമ്മതിച്ചില്ല. അവർക്ക് കോപം വന്നു. യേശുവിനോട് ചോദിച്ചു. അവര് പെസഹ ഒരുക്കാനായിട്ട് സ്ഥലം ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർ സമ്മതിച്ചില്ല. പണ്ട് ഏലിയാവ് ചെയ്തതുപോലെ ആകാശത്ത് നിന്ന് തീ ഇറക്കി അവരെ അങ്ങ് നശിപ്പിക്കാനായിട്ട് നിനക്ക് സമ്മതമാണോ ഞങ്ങൾ പറയുന്നതെന്ന് ചോദിച്ചു. ഉടനെ കർത്താവ് പറഞ്ഞു, ശാസിച്ചു, നിങ്ങൾ ഏത് ആത്മാവിന് അധീനരെന്ന് അറിയുന്നില്ല. അപ്പോൾ ഈ കാലഘട്ടത്തിൽ പഴയ കാലഘട്ടത്തിലെ ആത്മാവ് പോലെയല്ല ഈ കാലഘട്ടത്തിലെ ആത്മാവ്. പഴയ കാലഘട്ടത്തിലെ ന്യായപ്രമാണം പോലെയല്ല ഈ കാലഘട്ടത്തിലെ ന്യായപ്രമാണം. ഈ കാലഘട്ടത്തിലെ ന്യായപ്രമാണം എന്ന് പറയുന്നത് രാജകീയ ന്യായപ്രമാണമാണ്. രാജകീയ ന്യായപ്രമാണം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനെ ദൈവപുത്രനാക്കി തീർക്കാൻ കഴിയുന്ന ന്യായപ്രമാണം. പഴയ നിയമത്തിൽ അങ്ങനെ ആക്കി തീർക്കാൻ സാധിക്കില്ല. ഈ പുതിയ നിയമത്തിൽ കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന ആത്മാവും ന്യായപ്രമാണവും അനുസരിച്ച്, കൃപയുടെ ആത്മാവും ഈ രാജകീയ ന്യായപ്രമാണവും, ഇത് രണ്ടുമാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇതനുസരിച്ച് കുറ്റമറ്റവനായി തീർന്നാൽ അവൻ എവിടെ ഇരിക്കും അറിയാമോ? ദൈവസിംഹാസനത്തിൽ ഇരിക്കും. അതാണ് ഈ കാലഘട്ടത്തിലെ നിഷ്കളങ്കന്റെ പ്രത്യേകതയാണ്. അപ്പോൾ ആര് ചോദിച്ചാലും നിഷ്കളങ്കൻ ആരാണ് നിഷ്കളങ്കൻ? അത് ആ കാലഘട്ടത്തിലെ കർത്താവ് അയച്ചിരിക്കുന്ന ആത്മാവും ന്യായപ്രമാണവും അനുസരിച്ച് കുറ്റമറ്റവനാണ് ആ കാലഘട്ടത്തിലെ നിഷ്കളങ്കൻ. എല്ലാ കാലഘട്ടത്തിലും നിഷ്കളങ്കന്മാർ ഒരുപോലെയല്ല. അപ്പോൾ ഈ കാലഘട്ടത്തിലെ നിഷ്കളങ്കൻ ദൈവസിംഹാസനത്തിലിരിക്കും യേശുവിനോട് കൂടെ. ഇതാണ് ഈ കാലഘട്ടത്തിലെ നിഷ്കളങ്കന്റെ പ്രത്യേകത. എന്നാൽ ഇതിനു മുമ്പുള്ള കാലം, യേശുവിന് ന്യായപ്രമാണത്തിന്റെ കാലം, യേശു അതായത് സ്നാപക യോഹന്നാൻ വരെയുള്ള കാലമെന്ന് യേശു ഒരു അടയാളം പറഞ്ഞിട്ടുണ്ട്. അതുവരെയുള്ള മോശയുടെ ന്യായപ്രമാണത്തിനനുസരിച്ച് നിഷ്കളങ്കരായവർ എവിടെ പോകും? അവർ ഒരിക്കലും അവിടെ പോവില്ല. എവിടെ? ദൈവസിംഹാസനത്തിൽ പോവില്ല. അവർക്ക് പോകാവുന്ന ഒരു പരിധിയുണ്ട്. അവർക്ക് പോരാകുന്ന സ്വർഗീയമായിട്ടുള്ള ഒരു അനുഗ്രഹം ഉണ്ട്. അത് ഒരിക്കലും സിംഹാസനമല്ല. അപ്പൊ പഴയ ആ കാലഘട്ടത്തിൽ നിഷ്കളങ്കൻ ആരായിരിക്കും? അത് ന്യായപ്രമാണത്തിന്റെ ആത്മാവാണ്, കൃപയുടെ ആത്മാവല്ല, ന്യായപ്രമാണത്തിന്റെ ആത്മാവാണ്. മാത്രമല്ല ന്യായപ്രമാണമാണ്. മോശയ്ക്ക് ദൈവം കൊടുത്ത ന്യായപ്രമാണമാണ്. ആ ന്യായപ്രമാണം അനുസരിച്ചും ആ ആത്മാവ് അനുസരിച്ചും നിഷ്കളങ്കനായി തീർന്നു കഴിഞ്ഞാൽ സ്വർഗത്തിൽ ഒരു ഇടം കിട്ടും, പക്ഷേ സിംഹാസനത്തിൽ പോവില്ല. അപ്പൊ ആ കാലഘട്ടത്തിലെ നിഷ്കളങ്കൻ. ഇനി അതിനു മുൻപൊരു കാലഘട്ടം, അബ്രഹാം മുതൽ മോശ വരെയുള്ള കാലഘട്ടം. ഈ കാലഘട്ടത്തിലെ ആത്മാവ് എന്ന് പറയുന്നതും ഈ കാലഘട്ടത്തിലെ ന്യായപ്രമാണം എന്ന് പറയുന്നതും ന്യായപ്രമാണ കാലഘട്ടത്തെ ഘട്ടം പോലെയല്ല. പിന്നെയോ, അബ്രഹാം വിവാഹം കഴിച്ചത് സഹോദരിയാണ്. അത് ഒരു സഹോദരിയാണ്. എന്നാൽ ന്യായപ്രമാണ കാലഘട്ടത്തിലെ മോശ കൊടുത്ത ന്യായപ്രമാണ പ്രകാരവും ആത്മാവ് പ്രകാരവും അവൻ ശപിക്കപ്പെട്ടവനാണ്. അപ്പൊ ആ കാലഘട്ടത്തിലെ അബ്രഹാമിന് ദൈവം കൊടുത്ത നിയമങ്ങളും ചട്ടങ്ങളും അത് ആ കാലഘട്ടത്തിലനുസരിച്ച് അവൻ ആ കാലഘട്ടത്തിൽ നിഷ്കളങ്കൻ. അത് അവർ എത്തിച്ചേരുന്നത് വേറൊരു നിലയിലാണ്. ഇനി അതിനു മുമ്പ് നോഹയ്ക്ക് കർത്താവ് കൊടുത്ത ആത്മാവും നോഹയ്ക്ക് കൊടുത്ത ന്യായപ്രമാണവും അനുസരിച്ച് ആ കാലഘട്ടത്തിലുള്ളത് വേറൊരു നിയമമാണ്. അത് ദൈവമായിട്ടുള്ള ബന്ധത്തിൽ നോഹയ്ക്ക് കർത്താവ് കൊടുത്തിട്ടുള്ളതാണ്. ഇനി അതിനു മുൻപ് പാപം ചെയ്തതിന് ശേഷം മാനവരാശിക്ക് ദൈവം കൊടുത്തിട്ടുള്ള ഒരു പ്രമാണമുണ്ട്. ആ പ്രമാണം അനുസരിച്ച് ആത്മാവിന്റെ പ്രവർത്തനങ്ങളിലും ന്യായപ്രമാണത്തിലും നിഷ്കളങ്കരായവര് അവർ ചെന്ന് എത്തുന്നത് വേറൊരു നിലയിലാണ്. ഇനി പാപമില്ലാത്ത ഒരു കാലഘട്ടം, അതായത് ആദാമിനെയും ഹവ്വയെയും ദൈവം ഏദൻ തോട്ടത്തിൽ സൃഷ്ടിച്ചാക്കിയപ്പോൾ ദൈവം ഒരു ആത്മാവിനെ കൊടുത്തിട്ടുണ്ട്, തന്റെ പരിശുദ്ധാത്മാവിനെ കൊടുത്തിട്ടുണ്ട്, ഒരു പ്രമാണവും കൊടുത്തിട്ടുണ്ട്. വലിയ പ്രമാണമൊന്നുമില്ല,
തോട്ടത്തിന് നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിന്റെ ഫലം നിങ്ങൾ ഭക്ഷിക്കരുത്, തൊടുകരുത് മുതലായിട്ട് കാര്യങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ അവിടെ പറഞ്ഞു. ബാക്കി വേറെ ഒരു വലിയ വലിയ പ്രമാണങ്ങളൊന്നും അവിടെ ഇല്ല. അപ്പൊ ആ കാലഘട്ടത്തിൽ കൊടുത്ത ആത്മാവും ആ കാലഘട്ടത്തിൽ കൊടുത്ത ന്യായപ്രമാണവും മുഖാന്തരം നിഷ്കളങ്കരായി തീർന്നു കഴിഞ്ഞാൽ അവരെവിടെ എത്തും എന്നുള്ളത് നമുക്കിന്ന് ചിന്തിക്കേണ്ട വിഷയം തന്നെയാണ്. എന്തായിരുന്നാലും ആ കാലഘട്ടത്തിലെ ആത്മാവും ന്യായപ്രമാണവും സംബന്ധിച്ച് നിഷ്കളങ്കരാരും ഇല്ല. ആദാമിനും ഹവ്വയ്ക്കും കർത്താവ് കൊടുത്ത ന്യായപ്രമാണം അനുസരിച്ച് നിഷ്കളങ്കരായിട്ട് ആരുമില്ല. അതുകൊണ്ട് അവരെവിടെ പോകുന്നുള്ളതിന് പിന്നെ പ്രസക്തിയില്ല. രണ്ടാമത്തെ ഘട്ടം, പാപം ചെയ്തതിന് ശേഷം നോഹ വരെയുള്ള കാലഘട്ടത്തിൽ നിഷ്കളങ്കരായവർ എവിടെ ചെല്ലും? അതും ദൈവത്തിന് മുമ്പാകെ ഒരു ശ്രേഷ്ഠമായ സ്ഥാനത്ത് ചെല്ലും എന്നുള്ളതല്ലാതെ മറ്റൊന്നും പറയുന്നില്ല. കാരണം ഹാബേല് ചെന്നിരിക്കുന്ന ഹാബേല് ചെന്നിരിക്കുന്ന സ്ഥലം ഏത് എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് അറിയാൻ കഴിയുന്നില്ല. എന്നാലും പഴയ നിയമ വിശുദ്ധന്മാർ നമ്മൾ പൊതുവെ പറയുന്നുണ്ടെങ്കിലും ആ കാലത്തെ നിഷ്കളങ്കന്മാർ. അപ്പോൾ ഇങ്ങനെ നിഷ്കളങ്കന്മാര് എല്ലാവരും ചെന്നെത്തുന്ന സ്ഥലം ഒന്നല്ല. അതായത് ഏദൻ തോട്ടത്തിലെ നിഷ്കളങ്കൻ, പുറത്താക്കി നോഹ വരെയുള്ള നിഷ്കളങ്കന്മാർ, അബ്രഹാം വരെയുള്ള നിഷ്കളങ്കന്മാർ, അബ്രഹാം മുതൽ നോഹ വരെയുള്ള നിഷ്കളങ്കന്മാർ, മോശ വരെയുള്ള നിഷ്കളങ്കന്മാർ, മോശ മുതൽ അപ്പോ യോഹന്നാൻ സ്നാപകൻ വരെയുള്ള നിഷ്കളങ്കന്മാർ, യോഹന്നാൻ സ്നാപകൻ മുതൽ പുതിയ നിയമസഭ എടുക്കുന്നവരെയുള്ള നിഷ്കളങ്കന്മാർ. ഇതിലേറ്റവും ഭാഗ്യം ഇത്രയും നിഷ്കളങ്കന്മാർ, എല്ലാവരും നിഷ്കളങ്കന്മാരാണ്. പക്ഷെ ഇത്രയും നിഷ്കളങ്കന്മാരിൽ ഭാഗ്യമുള്ളവരാരാ? ഏറ്റവും ഭാഗ്യമുള്ളവൻ ഇന്ന് ഈ കൃപയുടെ കാലത്ത് രാജകീയ ന്യായപ്രമാണം പ്രാപിച്ച് ആ ന്യായപ്രമാണവും ആത്മാവും പ്രമാണിച്ച് അതിനെ സംബന്ധിച്ച് നിഷ്കളങ്കരായവരാണ് ഏറ്റവും ഭാഗ്യവാന്മാർ. കാരണം അവർ ഏകസത്യ ദൈവം ഇരിക്കുന്ന സിംഹാസനത്തിൽ ക്രിസ്തുയേശു പോയിരുന്ന ആ ക്രിസ്തുയേശുവിനോട് പോയിരിക്കുന്ന ആ പദവിയാണ് നമുക്ക് ലഭിക്കുന്നത്. സ്തോത്രം. ഇന്ന് അതിനാണ് ഈ ഓട്ടവും അധ്വാനവും. അതുകൊണ്ട് മാനസികമായിട്ടും ആത്മീയമായിട്ടും ഇന്ന് വരെയും മാനവരാശിയുടെ ചരിത്രത്തിൽ പഴയ നിയമത്തിൽ പ്രതികാരം ചെയ്യാം, ഇന്ന് നമുക്ക് പ്രതികാരം ചെയ്യാൻ പാടില്ല. പഴയ നിയമത്തിൽ പല്ലിന് പകരം പല്ല്, എല്ലിന് പകരം എല്ല്, ജീവന് പകരം ജീവൻ, നമുക്ക് പല കാര്യങ്ങളും പരിഹാരമുണ്ട്. പക്ഷെ ഇത് അങ്ങനെ കർത്താവ് സമ്മതിച്ചിട്ടില്ല. ഇത് കൃപയുടെ ആത്മാവാണ്. കൃപയുടെ ആത്മാവ് കൊണ്ട് വേണം ചിന്തിക്കാൻ, തീരുമാനിക്കാൻ. കൃപയുടെ ന്യായപ്രമാണം അനുസരിച്ച് വേണം മനുഷ്യർ പ്രവർത്തിക്കാൻ. അങ്ങനെ പ്രവർത്തിക്കുമ്പോൾ ഈ കാലഘട്ടം എന്ന് പറയുന്നത് ഏറ്റവും സൂക്ഷ്മതയോടെ, ആകയാൽ സൂക്ഷ്മത്തോടെ അജ്ഞാനികളായിട്ടല്ല ജ്ഞാനികളായിട്ട് തന്നെ ജീവിച്ചു കൊള്ളുകയും എന്ന് കർത്താവിന്റെ വചനം പറഞ്ഞിരിക്കുന്നതിന്റെ പൊരുൾ അതാകുന്നു. കാരണം കഴിഞ്ഞുപോയ കാലഘട്ടങ്ങളിൽ, മോശയുടെ കാലഘട്ടങ്ങളിൽ ഒരാൾ നിഷ്കളങ്കനായി കഴിഞ്ഞാൽ അവന് കൊടുക്കുന്ന പദവി അത് എത്രമാത്രം പരിധിയുണ്ട്. ഈ പദവി എന്ന് പറഞ്ഞാൽ അതല്ല. അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവന്റെ ഒപ്പം പോയി ഇരിക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമാണോ? ചെറിയ കാര്യമാണ്. അപ്പോ ഇവിടെ ആരെക്കുറിച്ച് ഈ 119 സങ്കീർത്തനം പറഞ്ഞിരിക്കുന്നത്? യഹോവയുടെ ന്യായപ്രമാണം അനുസരിച്ച് നടക്കുന്ന നിഷ്കളങ്കരായ ഭാഗ്യവാന്മാർ. അത് എല്ലാ കാലഘട്ടത്തിലും ഉണ്ട്. യഹോവയുടെ ന്യായപ്രമാണം മനുഷ്യനെ സൃഷ്ടിച്ച കാലം മുതൽ ഇന്ന് വരെ ഈ എല്ലാ കാലഘട്ടങ്ങളിലും ദൈവത്തിന്റെ ന്യായപ്രമാണമുണ്ട്. പ്രമാണമുണ്ടെങ്കിൽ ആ ന്യായപ്രമാണത്തിന് ആധാരമായ ഒരു ആത്മാവും ഉണ്ട്. അങ്ങനെ ഓരോ കാലഘട്ടങ്ങളിൽ ആയിരിക്കുന്ന നിഷ്കളങ്കർ ഭാഗ്യവാന്മാരാണ്. എന്നാൽ ഈ കാലഘട്ടത്തിൽ നമുക്ക് തന്നിരിക്കുന്ന നിഷ്കളങ്കതയും നമുക്ക് തന്നിരിക്കുന്ന നിഷ്കളങ്കരാകാനുള്ള മാർഗവും അതിനുള്ള ന്യായപ്രമാണവും അതിനാധാരമായ ആത്മാവും എന്ന് പറയുന്നത് ഏറ്റവും വിശേഷപ്പെട്ടതാണെന്ന് നമ്മൾ ഗ്രഹിച്ചുകൊണ്ട് നമ്മുടെ ചിന്താഗതികൾ വരെ നിരീക്ഷിക്കാൻ, പരിശോധിക്കാൻ ഇവിടെ ആളുണ്ട്, ദൈവമുണ്ട്. ഒരിക്കലും ഒരു ദോഷം നിരൂപിക്കാൻ പാടില്ല. തെറ്റായ ഒരു വഴി തിരിയാൻ പാടില്ല. അരുതാത്ത വാക്കുകൾ പറയാൻ പാടില്ല. ഇങ്ങനെ സകല വിധത്തിലും മനുഷ്യൻ നിയന്ത്രിക്കപ്പെടുന്ന കാലഘട്ടമാണ് ഈ കാലഘട്ടം. കാരണം യേശു എന്ത് ചിന്തിച്ചോ അത് ചിന്തിക്കണം. യേശു ഈ കാലഘട്ടത്തിൽ ഈ വിഷയത്തിന്മേൽ യേശു എന്ത് പറഞ്ഞു അത് ഞാൻ പറയണം. എന്ത് പ്രവർത്തിച്ചു അത് ഞാൻ പ്രവർത്തിക്കണം. എന്ത് അനുഭവിച്ചു അത് ഞാൻ അനുഭവിക്കണം. ഇങ്ങനെയെല്ലാം വരുമ്പോഴേക്കും പ്രയാസമാണ്. ക്രിസ്തുയേശുവിൽ വിശ്വസ്തയോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്കെല്ലാം കഷ്ടമുണ്ടാകും. കാരണം അനവധി കഷ്ടങ്ങളിൽ കൂടിയല്ലാതെ ഈ കാലഘട്ടത്തിൽ നിഷ്കളങ്കനായി തീരാൻ സാധിക്കില്ല. പഴയ നിയമത്തിൽ മോശയുടെ കാലഘട്ടത്തിൽ ശത്രുക്കളെ മുഴുവൻ വെട്ടി എരിഞ്ഞു കൂട്ടി, കുഞ്ഞുങ്ങളടക്കം ഗർഭിണികളടക്കം, അതായത്
ജനിച്ച് വരുന്ന ദിവസങ്ങൾ പ്രായമുള്ള കുഞ്ഞിനെ അതിനൊക്കെ എന്ത് ചെയ്തിട്ടാ അതിനെയൊക്കെ വെട്ടി അരിഞ്ഞ് കൊല്ലുന്ന ഒരു മനുഷ്യനെ പഴയ നിയമത്തിൽ ന്യായപ്രമാണം അത് ശത്രുക്കളാണെങ്കിൽ അവനെ നിഷ്കളങ്കൻ എന്ന് പറയും. ഇത്രയും വലിയ അക്രമം ചെയ്തവനെ നിഷ്കളങ്കൻ എന്ന് പറയും. ആ നിഷ്കളങ്കത അത് അത് എളുപ്പാ. പക്ഷെ ഇപ്പോ ഈ കാലഘട്ടത്തിലെ നിഷ്കളങ്കത എന്ന് പറയുന്നത് സാധ്യമല്ല. കാരണം ഒരു മനുഷ്യനെയും മലിനനെന്ന് പറയാൻ പാടില്ല. ഒരു മനുഷ്യനും ദോഷം വരാൻ ചിന്തിക്കാൻ പാടില്ല. എത്ര ദുഷ്ടനായാലും അവന്റെ പ്രാണനാശം ആഗ്രഹിച്ച് സംസാരിക്കാൻ പാടില്ല. അങ്ങനെ ചിന്തിക്കുമ്പോൾ നമ്മൾ ഏത് വഴിക്ക് പോകുന്നു, നമ്മൾ ഏത് അവസ്ഥയിലായിരിക്കുന്നു നമ്മൾ ചിന്തിക്കേണ്ടത് ഏറ്റവും അനിവാര്യമാണ്. അതുകൊണ്ട് കർത്താവിന്റെ പരിശുദ്ധാത്മാവെന്ന് നമുക്ക് നൽകി തന്ന ഈ വിശുദ്ധ സമയം കർത്താവ് നമുക്ക് ആരാധനയിൽ നമ്മൾ നിഷ്കളങ്കരായി തീർന്ന് പൂർണ്ണ സമാധാനത്തിൽ നിഷ്കളങ്കനെ കുറിക്കൊള്ളുക, നീതിമാനെ നോക്കിക്കൊള്ളുക, സമാധാന പുരുഷന് സന്തതി ഉണ്ടാകും എന്ന് വചനത്തിലുള്ളതുപോലെ നിഷ്കളങ്കനും നീതിമാനും സമാധാന പുരുഷനും കർത്താവിന്റെ വരവുകൾ കർത്താവിനെ കാത്തിരിക്കുന്നതിനുമായി ദൈവത്തിന്റെ സന്നിധിയിലായിരുന്നാൽ കർത്താവിന്റെ പ്രത്യക്ഷത കൊണ്ട് നമുക്ക് പ്രയോജനമുണ്ട്. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഇന്ന് കർത്താവിന്റെ സന്നിധിയിൽ നാം പ്രാപിച്ചിരിക്കുന്ന ന്യായപ്രമാണം, നാം പ്രാപിച്ചിരിക്കുന്ന ആത്മാവ്, നാം പഴയ നിയമത്തിൽ നമ്മൾ വായിക്കുന്നത് പോലെയുള്ളതല്ല. പിന്നെയോ ഈ കാലഘട്ടത്തിൽ ദൈവം തന്നിരിക്കുന്ന ആത്മാവും അതിൻ്റെതായ പ്രമാണവുമുണ്ട്. ആ പ്രമാണം അനുസരിച്ച് ജീവിപ്പാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ നമുക്കൊന്ന് കർത്താവിലായിരിക്കാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പാപത്താൽ എന്നിൽ വന്ന ശാപ